ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പ വഴികളൊക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ചെറിയ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴെടുത്ത് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ പാടല്ലേ. അതുകൊണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, ഇതുപോലെ ചെറിയ ഉള്ളി ഇതൊക്കെ ഞാൻ നന്നായിട്ട് തൊലി കളഞ്ഞ് അത് 2-3 വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതുപോലെ വെള്ളുള്ളി അതിൽ നിന്നും ചെറിയ അല്ലി മാറ്റിയിട്ട് വലിയ അല്ലി വേറെ വയ്ക്കും കേട്ടോ. കറിവേപ്പില വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ തണ്ടിൽ നിന്നും ഇറുന്ന് ഇട്ടിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി ഒരു ശകലം വെള്ളം കുടഞ്ഞൊന്ന് വരവേ വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇതുപോലെ ഒരു കൊച്ചു കണ്ടെയ്നറൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ മേടിക്കാൻ കിട്ടും, അതിനകത്ത് ഇട്ട് നിറച്ച് പത്രമട്ടങ്ങ് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് എല്ലാ കറികളിലും ഇടുന്നതല്ലേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറുകളൊക്കെയാണ് ഇതൊക്കെ. അതൊന്നും വെറുതെ എടുത്ത് അങ്ങ് കളയാതെ ആക്രിക്കൊന്നും കൊടുക്കാതെയൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. അതൊക്കെ നന്നായിട്ട് കഴുകി സൂക്ഷിക്കും. എന്നിട്ട് അതുപോലെ വെളുത്തുള്ളി, ഇത് ചെറിയ അല്ലിയാണ് കേട്ടോ, അത് മാറ്റിയേക്കും. നമുക്ക് അച്ചാറിൻ്റെ ആവശ്യത്തിനോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റും. ഇത് വലിയ അല്ലിയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ചതച്ചിടാനൊക്കെ ഒരു എളുപ്പം കിട്ടില്ല. ഞാൻ ചതയ്ക്കാറല്ല, ഒരു സംഭവം അതിനകത്തിട്ട് ചീവി എടുക്കുകയാണ് ചെയ്യാൻ. എനിക്ക് എൻ്റെ പേരറിയില്ല കേട്ടോ. അതിനകത്തിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇത് വലിയ പാത്രമായതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ ഇടും. അതുപോലെ കറിവേപ്പില നമ്മൾ തണ്ടോട് കൂടി വെച്ചാലും അതിൽ നിന്ന് ഇറുന്നത് വീഴും. നമ്മളൊരു തണ്ടോട് കൂടി എടുക്കുമ്പോഴേക്കും ആ തണ്ട് മാത്രമേ കാണൂ, ഇല കാണില്ല. ഇല അതിനകത്ത് വീണ് കിടക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിപ്പോയി. അപ്പോൾ അതൊന്ന് വെള്ളം കുടഞ്ഞിട്ട് ഞാൻ അപ്പോഴേ തന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. നമ്മൾ സ്ത്രീകൾ ഒരു ദിവസം നേരം പുലരുമ്പോൾ ഇരുട്ടുവോളം ഉറങ്ങുന്നത് വരെ അടുക്കളയിലാണ് ഏറ്റവും കൂടുതലും ചിലവഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പ വഴികളൊക്കെ വേണ്ടേ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആഹാരം കഴിച്ച് ഒന്ന് വിശ്രമിക്കുന്ന സമയം മതി നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വയ്ക്കാനല്ലേ. ഇതിൻ്റെയൊക്കെ അടുത്താകുമ്പോൾ കുറേ നേരം ഇരിക്കണം നമ്മൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് ഒരു എളുപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.